നമസ്കാരം, V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വിശ്വപൂരത്തിന്റെ ചരിത്രത്തിൽ ഉത്സവപ്രേമികൾ ഓർമ്മിക്കാൻ പോലും ആഗ്രഹിക്കാത്ത വേദനയുടെ മണിക്കൂറുകൾ പോലീസിനെതിരെ പ്രതിഷേധിച്ച പൂരം മതമാക്കിയവർ. പൂരത്തിന്റെ സുപ്രധാന ചടങ്ങുകൾ 7 മണിക്കൂറോളം നിർത്തിവെച്ച തിരുവമ്പാടി വിഭാഗം പോലീസിനെതിരെ തിരിഞ്ഞവർക്കെതിരെ ലാത്തിചാർജ്. വിവിധ തലത്തിലെ ചർച്ചകൾക്ക് ശേഷം വീണ്ടും പൂരം വെടിക്കെട്ട് നടന്നത് 4 മണിക്കൂർ വൈകി. ഉത്സവപ്രേമികൾക്ക് കടുത്ത നിരാശ സമ്മാനിച്ച പുകയും ശബ്ദവും മാത്രമായി വർണ്ണചാരുതയില്ലാതെ ആകാശവിസ്മയം. മേടച്ചൂടിനെ വകവയ്ക്കാതെ പൂരം എന്ന സ്നേഹവികാരവുമായി തൃശൂരിന്റെ മണ്ണിലെത്തിയവർക്ക് ഒരു വർഷം മുഴുവൻ മനസ്സിൽ താലോലിക്കാൻ നിറമുള്ള സുന്ദരക്കാഴ്ചകൾ. പൂരങ്ങളുടെ പൂരം ഒരിക്കൽ കൂടി ചരിത്രച്ചപ്പിൽ. വടക്കുന്നാഥനെ സാക്ഷിയാക്കി പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. ജനസാഗരമൊഴിഞ്ഞ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. അടുത്ത പൂരം 2025 മെയ് 6 തീയതി കുറിച്ചത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. വിശ്വപൂരം പെയ്തൊഴിഞ്ഞതോടെ തൃശൂരിൽ വിവാദ പൂരപ്പെരുമഴ. പൂരം തടസ്സപ്പെടുത്താൻ CPM BJP ഗൂഢാലോചന നടന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂരിൽ BJPക്ക് വോട്ട് മറിച്ചു കൊടുക്കാനുള്ള CPM ശ്രമം കൂടുതൽ ശക്തമായതായും സതീശൻ. പോലീസ് ഇടപെടൽ പരിശോധിക്കണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മതപരമായ ചടങ്ങുകൾക്ക് ഭംഗം വന്നാൽ ആദ്യം കൊടിയുമായി പ്രതിഷേധിക്കാൻ തങ്ങൾ ഉണ്ടാകുമെന്നും പ്രഖ്യാപനം. പ്രതിസന്ധിയെക്കുറിച്ച് പരിശോധിക്കുമെന്ന മന്ത്രി K രാജൻ. പൂരം മട്ടിമറിക്കാൻ ചില ദുഷ്ടശക്തികൾ ശ്രമം നടത്തിയതായി K മുരളീധരൻ. ശബരിമല പോലൊരു ഓപ്പറേഷൻ നടന്നതായി സുരേഷ് ഗോപി. രാജ്യത്തിന്റെ ആത്മാവ് വീണ്ടെടുക്കുന്നതിനുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പെന്ന AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. ഇന്ത്യക്ക് വേണ്ടത് സ്നേഹവും ഐക്യവും. മോദി സർക്കാർ പരത്തുന്നത് വെറുപ്പും വിദ്വേഷവും. രാജ്യം നാശത്തിന്റെ വക്കിലാണെന്നും പ്രിയങ്ക. സംസ്ഥാന സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനം. പിണറായി സർക്കാർ നാട് കൊള്ളയടിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്തുടനീളം പ്രധാന പാതയോരങ്ങളിൽ സ്ഥാപിച്ച AI ക്യാമറകൾ നോക്കുകുത്തി. മോട്ടോർ വാഹന നിയമലംഘനത്തിന് പിഴ നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിവെച്ചു. സർക്കാർ പണം നൽകാത്തതിനെ തുടർന്നാണ് നോട്ടീസ് അയക്കൽ നിർത്തിയതെന്ന് കെൽട്രോൺ. ഇതുവരെ കണ്ടെത്തിയത് 339 കോടിയുടെ നിയമലംഘനങ്ങൾ. ഖജനാവിലെത്തിയത് 62.5 കോടി രൂപ മാത്രം. വിപ്ലവം ജീവിതത്തിന്റെ കരുത്തും ഊർജവും. മുണ്ടത്തിക്കോട് ആര്യമ്പാടം പട്ടാറ വീട്ടിൽ TP രാഘവൻ എന്ന ഉജ്ജ്വല പോരാളിക്ക് വയസ്സ് 106. തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച കൂടി ബാക്കി നിൽക്കെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച നാടിന്റെ മുത്തച്ഛൻ. ചെങ്കൊടി തണലിൽ കഴിയുന്നത് തന്റെ മുന്നേറ്റ ഊർജമെന്ന് വെളിപ്പെടുത്തൽ. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി 106 വയസ്സുകാരൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം സംസ്ഥാനത്ത് കലാശക്കൊട്ടിലേക്ക്. തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന ഞായർ 21 രാഷ്ട്രീയ കക്ഷികൾ വോട്ടർമാരെ നേരിൽ കണ്ട നിലപാടുകൾ അറിയിക്കുന്ന ദിനം. തിരഞ്ഞെടുപ്പ് റാലികളുടെ ആരവത്തിലേക്ക് മുന്നണികൾ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് റാലികൾ 21 മുതൽ 23 വരെ. 23 രമ്യയുടെ റോഡ് ഷോ. നിയോജക മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ ചടുല പ്രചരണം. രാധാകൃഷ്ണനെ നെഞ്ചേറ്റി ജനത. ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര പ്രദക്ഷിണ വഴിയിൽ പാദരക്ഷകൾ ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കയറിയ സംഭവം വിശ്വാസികളോടുള്ള വെല്ലുവിളിയെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. വിശ്വാസികളെ വെല്ലുവിളിച്ചതിൽ ആസൂത്രിത നീക്കം നടന്നതായും ആരോപണം. വീണ്ടും പരാതി നൽകി തൃശൂർ സ്വദേശി. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ഡെങ്കിപ്പനി പടർന്നു പിടിക്കാൻ സാധ്യതയെന്ന മന്ത്രി വീണ ജോർജ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കർമ്മപദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും മന്ത്രി.
തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘന പരാതി സമർപ്പിക്കാൻ തയ്യാറാക്കിയ സി വിജിൽ ആപ്പിൽ ഏപ്രിൽ 20 വരെ ലഭിച്ചത് 10,795 പരാതികൾ. പരിഹാരം കണ്ടെത്തിയത് 10,199 പരാതികളിൽ 596 പരാതികൾ തള്ളി. ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് തൃശൂരിൽ നിന്ന് 1,358-ൽ 1,326 എണ്ണവും പരിഹരിച്ചു. കുറവ് ചേലക്കരയിൽ 539-ൽ 514 എണ്ണത്തിന് പരിഹാരം.